സോ യെസ്, പാർട്ട് 2. സോ 11th ആയിട്ടുള്ള ടിപ്പ് എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എവിടെയാണെങ്കിലും നിരന്തരമായിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ കഴിവുകളെ ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. കുറച്ച് ചെയ്തിട്ട് നിർത്തുകയാണ്, മടുത്തു എന്ന് പറഞ്ഞ് നിർത്താതെ നിരന്തരമായി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. നോ യുവർ വർത്ത്, ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. കാരണം നമ്മൾ നമ്മുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കൊരു വാല്യൂ ഉണ്ട്, ആ ഒരു വാല്യൂ നമ്മളെപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് പിന്നെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. സോ നോ യുവർ വർത്ത്, നിങ്ങൾ വിലപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്, ഒരിക്കലും കുറഞ്ഞതിൽ എന്താവരുത്, തൃപ്തരാവരുത്. നമുക്ക് ഇനി നമ്മുടെ വേർത്തിന് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക, ഉയരങ്ങളിലേക്ക് പറക്കുക. ബി വിത്ത് ദോസ് ഹു ആർ ഗുഡ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് അവോയ്ഡ് ഓൾ ദോസ് ഹു ആർ നോട്ട് ഗുഡ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. വി ആർ ഓൾ ഡിസേർവ് ടു ബി ഹാപ്പി. സോ ഒരിക്കലും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. സോ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഓക്കെ ആയിട്ടുള്ള ആളുകളെ മാത്രം നമ്മുടെ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യുക, അല്ലാത്തവർ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അവരെ റിമൂവ് ചെയ്യുക. അവർ നമുക്ക് ലൈഫിൽ വേണ്ട. സോ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം മതി, അല്ലാത്തവരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അല്ലാത്തവർ നമുക്ക് വേണ്ട, അത്ര തന്നെ. കാരണം അതായിരിക്കും നമ്മുടെ ഒരു മാനസിക ആരോഗ്യത്തിന് നല്ലത്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും കംപ്ലയിൻസ് ആണ് ചെയ്യുക. എപ്പോഴും നമ്മൾ ദൈവത്തോടാണെങ്കിൽ എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അവർക്ക് അതുണ്ട്, അവർക്ക് ഇതുണ്ട്, എനിക്കതില്ല, ഇതില്ല, നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യും. പക്ഷെ നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഓരോ നിമിഷവും ജീവിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ രാവിലെ എണീക്കുന്നുണ്ട് തനിയെ, മറ്റാരുടെയും സഹായം ഇല്ലാതെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒക്കെയുള്ള പെട്ടതാണ്. ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. സോ അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. എപ്പോഴും ദൈവത്തോട് അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, താങ്ക്ഫുൾ ആയിരിക്കുക. അല്ലാതെ എപ്പോഴും കംപ്ലയിൻസ് മാത്രം ചെയ്യാതിരിക്കുക. എംബ്രേസ് പ്രോബ്ലംസ് ആസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ഗ്രോയിങ്. സോ നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ലൈഫിൽ വരുമ്പോൾ അത് എന്താ പറയുക, അതും ഒരു പാർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവരുടെ ലൈഫിലും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ആരുടെയും ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ലൈഫ് ആർക്കും ഇല്ല. അതെപ്പോഴും നമ്മൾ ആലോചിക്കുക. അപ്പോൾ എന്ത് പ്രശ്നം ലൈഫിൽ വരികയാണെങ്കിലും അത് പാർട്ട് ഓഫ് ഗ്രോയിങ്ങിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മേക്ക് യുവർ ഓൺ നീഡ്സ് പ്രയോറിറ്റി. കുറച്ചൊക്കെ സെൽഫിഷ് ആവാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സ്പെൻഡ് ക്വാളിറ്റി ടൈം ഫോർ യുവർ സെൽഫ് ഫസ്റ്റ്. അത് മെൻ്റലാവും ഫിസിക്കലാവും. നമുക്ക് വേണ്ടി കുറച്ച് നല്ല സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർഗിവ് പീപ്പിൾ ആൻഡ് മൂവ് ഫോർവേഡ്. നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് പേര് നമ്മളോട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മളോട് തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പുറത്തു കൊടുക്കുക, അവരെ ഫോർഗിവ് ചെയ്യുക, ജസ്റ്റ് മൂവ് ഓൺ. അതും ആലോചിച്ച് നമ്മൾ സ്റ്റക്കായി നിൽക്കേണ്ട കാര്യമില്ല. അവർ വിട്ടുകളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ദ ലെസൺ ഇൻ എവറി സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷനും ലൈഫിൽ നമുക്ക് പല ലെസൺസും ടീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും ബോധ്യം ഉണ്ടാവണം. അപ്പോൾ അത് മനസ്സിലാക്കി ഓരോ സിറ്റുവേഷനിലെയും ഓരോ ലെസൺസ് ആക്കി, ഓരോ പാഠങ്ങളായി എടുത്ത് അത് മനസ്സിലാക്കി ലേൺ ചെയ്തു പോവുക. സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് വാട്ട് എവറി വൺ തിങ്സ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് പൊതുവേ മലയാളികളുടെ ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ അവരെന്തോ വിചാരിക്കട്ടെ, അപ്പം ഞാൻ എന്ത് വിചാരിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവരെന്ത് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് മാറാൻ പോകുന്നില്ല. എൻ്റെ ചിന്ത അങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ആശങ്കരാവാതിരിക്കുക. മറ്റുള്ളവർ എന്തോ ചിന്തിച്ചോട്ടെ, എന്തോ പറഞ്ഞോട്ടെ, അത് നമ്മളെ ഒരിക്കലും ബോധർ ചെയ്യരുത്. നമ്മൾ നമ്മുടെ സെൽഫിനോട് മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. മറ്റാരും നമ്മൾ ഈ ലോകത്ത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഓക്കെയാണ്, നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല.
റീഡ് ഓർ വാച്ച് മോട്ടിവേഷണൽ ബുക്സ് ആൻഡ് ഫിലിംസ്. സോ നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്, ബുക്ക് വായിക്കുന്നവരാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഈ മോട്ടിവേഷൻ തരുന്ന രീതിയിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക, ഫിലിംസ് കാണുക, അല്ലെങ്കിൽ ബുക്സ് വായിക്കുമ്പോഴൊക്കെ അത്തരത്തിലുള്ളത് വായിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. എന്ന് കരുതി മറ്റുള്ള കൈൻഡ് ഓഫ് മൂവീസും ബുക്സൊന്നും വായിക്കില്ല എന്നല്ല, അതും കാണും വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കൂടുതലും ഇതിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്, ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ. ഫോളോ യുവർ റോൾ മോഡൽ. നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് റോൾ മോഡൽസ് ഉണ്ടാവില്ലേ, അപ്പോൾ അവരെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഫീൽഡ് മീഡിയ ആണല്ലോ. അപ്പോൾ ഈ ഫീൽഡിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ ഞാൻ അവരുടെ ഫോളോവറാണ് ഞാൻ. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുക, അവരുടെ ജീവിത രീതി, അവർ ജീവിക്കുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറിയുക. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും, ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതെപ്പോഴും ഫോളോ ചെയ്യാന്നല്ല, ഞാൻ എപ്പോഴും ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരെ ഫോളോ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അവരെങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷനാണ് സത്യത്തിൽ. ലവ് യുവർ ബോഡി. നമ്മുടെ ബോഡി ടൈപ്പ് പലതും ആവും. നമ്മുടെ ഇപ്പോൾ നമ്മളൊരു കയ്യിൽ വിരലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, 5 വിരലിൽ 5ഉം ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് ഹൈറ്റ്, ഡിഫറെൻറ്റ് സൈസൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ അതുപോലെ തന്നെയാണ്, പല നിറത്തിലും പല ഹൈറ്റിലും പല വെയ്റ്റിലും പല ടൈപ്പിലും ഉണ്ട്. അപ്പോൾ അതിലൊരിക്കലും വിഷമിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു തെറ്റല്ല. ആരെയും നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത് ബോഡി വെച്ച്. സോ ഒരിക്കലും ബോഡി ഷെയിം ചെയ്യരുത്. നമ്മുടെ ബോഡീനെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്, അത് ഏത് ടൈപ്പ് ആണെങ്കിലും. ടൈം ടേബിൾ ഫോർ ഡെയിലി റൊട്ടീൻസ്. നമ്മുടെ ഡെയിലി റൊട്ടീൻസിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിരിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഏകദേശം ഒരു രൂപത്തിൻ്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇന്നതൊക്കെ ചെയ്യണം, ഏത് ടൈമിൽ ഏതൊക്കെ കറക്റ്റ് ഒരു ഗോൾസ് പോലെ സെറ്റ് ചെയ്തിട്ട് ഈ സമയത്തിൽ ഇത് ചെയ്യും, ഈ സമയത്തിൽ അത് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്ര മണിക്ക് എണീക്കണം, രാത്രി ഇത്ര മണിക്ക് മുന്നേ കിടന്നുറങ്ങണം, ഇത്ര മണിക്കൂർ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ബുക്ക് വായിക്കണം, ഇത്ര മണിക്കൂർ പഠിക്കണം. അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറച്ച് ഒരു റൊട്ടീൻ ഇങ്ങനെ ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ, മേക്ക് ടൈം പ്രൊഡക്റ്റീവ്. സോ സമയം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ് സമയം. അതെ, ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് കളയുന്ന പല സമയവും നമുക്ക് പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാൽ തിരിച്ച് കിട്ടാത്തതാണ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക്, നമ്മുടെ കരിയറിലേക്കും വേണ്ട കാര്യങ്ങൾക്ക്, അതിലേക്ക് വേണ്ട ഒരു ചവിട്ടുപടിയായിട്ട് നമ്മൾ ഈ ഒരു സമയങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുക, നമ്മുടെ കഴിവുകളെ വളർത്താനും അതിന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് സമയം യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ദീസ് ആർ ദ 25 tips for self-improvement for a successful life. Thank you.